നമസ്കാരം. അധികാരമുള്ളപ്പോൾ കേന്ദ്ര പദ്ധതികളുടെ ഫണ്ട് തട്ടിയെടുക്കാൻ വേണ്ടി ധാരണാപത്രത്തിൽ രഹസ്യമായി ഒപ്പിടുകയും ഭരണം നഷ്ടപ്പെട്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അതേ പദ്ധതിക്കെതിരെ വലിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളുമായി രംഗത്തിറങ്ങുകയും ചെയ്യുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഇടതുമുന്നണിയുടെയും ഇരട്ടത്താപ്പാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നിർദ്ദേശങ്ങളെല്ലാം നടപ്പാക്കുന്ന മാതൃകാ വിദ്യാലയങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ PM ശ്രീ പദ്ധതി വിഭാവനം ചെയ്തത്. ഈ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ അതീവ താൽപര്യത്തോടെ ഒപ്പിട്ട സംസ്ഥാന സർക്കാരിന് ഇനി ഇതിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ ആകില്ലെന്നാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും സ്കൂൾ കേരള എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായിരുന്ന ഡോക്ടർ രതീഷ് കാളിയാടൻ തന്നെയാണ് പിണറായിയുടെ ഒരു ഇരട്ടത്താപ്പ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള യാതൊരുവിധ വ്യവസ്ഥയും ധാരണാപത്രത്തിൽ എവിടെയും ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് രതീഷ് കാളിയാടൻ തന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ട പിണറായി വിജയൻ സർക്കാർ വീണ്ടും കേരളത്തിൽ അധികാരത്തിലെത്തിയിരുന്നെങ്കിൽ അവർ യാതൊരുവിധ ഒച്ചപ്പാടും ഉണ്ടാക്കാതെ ഈ പദ്ധതിയുമായി സുഖമായി മുന്നോട്ടു പോയേനെ. എന്നാൽ ഭരണം നഷ്ടപ്പെടുകയും പുതിയ UDF സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തപ്പോൾ ഈ പദ്ധതിയെ പുതിയ സതീശൻ സർക്കാരിനെതിരെ ഉപയോഗിക്കാനുള്ള വെറും ഒരു രാഷ്ട്രീയ ആയുധമാക്കുക മാത്രമാണ് പിണറായി വിജയൻ ചെയ്തത്. PM ശ്രീ വാക്കും ഉറപ്പും മറക്കുന്ന വിദ്യ എന്ന ലേഖനത്തിൽ രതീഷ് കാളിയാടൻ പറയുന്നത് പ്രത്യേക സാമ്പത്തിക സമ്മർദ്ദ സാഹചര്യത്തിൽ ഒപ്പിട്ടെങ്കിലും പദ്ധതി നടപ്പാക്കില്ലെന്ന് മുൻ പിണറായി സർക്കാർ സ്വീകരിച്ച അതേ നാടകം സതീശൻ സർക്കാരിനും വേണമെങ്കിൽ തുടരാനാകുമെന്നാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ധാരണാപത്രം ഒപ്പുവെച്ചെങ്കിലും PM ശ്രീ പദ്ധതി സംബന്ധമായ തുടർ നടപടികളിലേക്ക് കടക്കുകയോ ഏതെങ്കിലും വിധത്തിലുള്ള കേന്ദ്ര ഫണ്ട് ഔദ്യോഗികമായി കൈപ്പറ്റുകയോ ചെയ്തിട്ടില്ല. കേന്ദ്രത്തിൽ നിന്നും കിട്ടിയെന്ന് പറയുന്ന 92.41 കോടി രൂപ യഥാർത്ഥത്തിൽ ഈ പദ്ധതിയുടെ തുകയല്ല. അത് 2023-24 മുതൽ 2025-26 വരെ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം കുട്ടികൾക്ക് ലഭ്യമാകേണ്ട ഇനങ്ങളിൽ സംസ്ഥാനം ചെലവഴിച്ച തുകയുടെ ഭാഗം മാത്രമാണ്. സാധാരണ നിലയിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാൻ വിദ്യാഭ്യാസ വകുപ്പിലെ വെറും ഒരു തീരുമാനം മാത്രം മതിയാകും. പക്ഷേ PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇത് മന്ത്രിസഭയുടെ പ്രത്യേക പരിഗണനയ്ക്ക് വെച്ചു. അന്ന് മന്ത്രിസഭയിൽ ചില മന്ത്രിമാർ ഇതിനോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചതുകൊണ്ട് ഇത് മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ മന്ത്രിസഭ മാറ്റിവെച്ച ഈ ഗുരുതരമായ കാര്യം വീണ്ടും മന്ത്രിസഭയുടെ ഔദ്യോഗിക അംഗീകാരം ഒട്ടും നേടാനാകാതെ പിണറായി വിജയന്റെ തണലിൽ ഒപ്പുവെച്ചത് ഭരണപരമായ വലിയൊരു അപാകതയും നിയമലംഘനവുമായിട്ടാണ് ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുതന്നെയായാലും PM ശ്രീ പദ്ധതി കൃത്യമായി നാട്ടിൽ നടപ്പിലാക്കുക എന്ന വലിയ ഉദ്ദേശമൊന്നും പിണറായി വിജയൻ അന്നുണ്ടായിരുന്നില്ല. കേന്ദ്രത്തിൽ നിന്നുള്ള SSK ഫണ്ട് എങ്ങനെയെങ്കിലും തട്ടിയെടുക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ഈ ഒരു ഒപ്പിടലിന് പിന്നിൽ ഉണ്ടായിരുന്നത്. കേന്ദ്രത്തിൽ നിന്നും പണം വാങ്ങാൻ വേണ്ടി മാത്രം രഹസ്യമായി ഒപ്പിട്ട ഈ വ്യാജ നടപടി തിരിച്ചറിയാതെ ഭരണ പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് വലിയ രീതിയിൽ കടുത്ത വിമർശനം ഉയർന്നതോടെയാണ് നാണക്കേട് ഭയന്ന് ഒപ്പിട്ട നടപടി തൽക്കാലത്തേക്ക് മരവിപ്പിക്കാൻ അന്ന് പിണറായി സർക്കാർ തീരുമാനിച്ചതെന്നും ലേഖനം അതീവ വ്യക്തമായി അടിവരയിടുന്നുണ്ട്. തങ്ങളുടെ കയ്യിൽ ഭരണമിരുന്നപ്പോൾ പണത്തിനു വേണ്ടി കേന്ദ്ര നയങ്ങൾക്ക് മുന്നിൽ നട്ടെല്ല് വളച്ചൊപ്പിടുകയും ഭരണം പോയപ്പോൾ പുതിയ സർക്കാരിനെ പൂട്ടാൻ വേണ്ടി മാത്രം കുപ്രചാരണങ്ങളുമായി തെരുവിലിറങ്ങുകയും ചെയ്യുന്ന ഇടതുപക്ഷത്തിന്റെ ഈ വികൃത മുഖമാണ് സ്വന്തം അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയിലൂടെ ഇപ്പോൾ വെളിച്ചത്തായിരിക്കുന്നത്. ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾക്കൊന്നും ഇനി കേരളത്തിൽ ആയുസ്സില്ല. കേന്ദ്ര പദ്ധതികളെ കൃത്യമായ നിയമവ്യവസ്ഥകളുടെ സുതാര്യമായി നാടിന്റെ പുരോഗതിക്കായി ഉപയോഗിക്കുകയാണ് ഇനി വേണ്ടത്.